ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അബൂൽ യൂസുഫ് കഅബ് ഇബ്നു അംർ റളിയല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളിൽപ്പെട്ട പ്രമുഖനായ ഒരു സഹാബിയാണ്. അദ്ദേഹം ഒരു കച്ചവടക്കാരനായിരുന്നു. ഈത്തപ്പഴത്തിന്റെ കച്ചവടമാണ് അദ്ദേഹത്തിന്. അദ്ദേഹം പറയാണ്, ഒരിക്കലൊരു സ്ത്രീ എൻ്റെ കടയിൽ ഈത്തപ്പഴം വാങ്ങാൻ വേണ്ടി വന്നു. അവരിങ്ങനെ ഈത്തപ്പഴം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഇന്നഫിൽ ബൈത്തി തമ്രൻ അത്യപമെന്നു, വീട്ടിൽ വരുവാണെങ്കിൽ വീട്ടിൽ കുറച്ചുകൂടെ നല്ല കാരക്ക ഈത്തപ്പഴം ഇരിപ്പുണ്ട്, വീട്ടിൽ വന്നാൽ അത് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പൊ ആ സ്ത്രീ എന്നെ വിശ്വസിച്ച് വീട്ടിലേക്ക് കടന്നു. വീട്ടിലേക്ക് കയറിയപ്പോൾ ഞാൻ ഞാൻ അവളെ അണഞ്ഞു പിടിച്ചിട്ട് കപ്പഴുത്തുക, ഞാൻ അവളെ ചുംബിച്ചു. അതങ്ങനെയാണ്, ഒരാണും പെണ്ണും ഒരു സ്ഥലത്ത് ഒരുമിച്ചാൽ മൂന്നാമത് പിശാച് അവിടെ ഉണ്ടാകും, മനുഷ്യനെ തെറ്റിലേക്ക് കൊണ്ടുപോകും. എത്ര നല്ല ആളാണെങ്കിലും സാഹചര്യങ്ങൾ അവനെ തിന്മയിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ടാണ് സാഹചര്യങ്ങളെ സൂക്ഷിക്കണമെന്ന് നമ്മെ പഠിപ്പിക്കപ്പെട്ടത്. അദ്ദേഹം പറയുന്നത്, ഏതായാലും എന്നിൽ നിന്ന് സംഭവിച്ചു പോയി. പക്ഷെ ഉടനെ എനിക്കത് ചെയ്യാൻ പാടില്ല എന്നുള്ള ബോധം എനിക്ക് വന്നു. ഞാൻ പെട്ടെന്ന് ഫാത്തയിത്തു അബൂബക്കർ ഓടി അബൂബക്കർ തന്നെ അടുത്ത് ചെന്ന് പറഞ്ഞു, അബൂബക്കർ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ഞാൻ എന്താ ചെയ്യുന്നത്? അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ മിണ്ടാതിരിക്കുക, ആരോടും പറയണ്ട, ആരോടും പറയണ്ട, നീ തൗബ ചെയ്താൽ മതി, പടച്ചോനോട് തൗബ ചെയ്യും, മനുഷ്യരോട് പറയല്ലേ, അത് പാട്ടാക്കണ്ട എന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം പറയണം, ഫലം മസ്ബിർ, എനിക്കതൊരു എന്നാലും എനിക്ക് പൊറുതി വന്നില്ല, ഒരു സമാധാനമായില്ല അബൂബക്കറിന്റെ മറുപടി. ഫാത്തയിത്തു ഉമറ, ഞാൻ വീണ്ടും ഉമറിന്റെ അടുക്കലേക്ക് ചെന്നു. ഉമറിനോടും കാര്യം പറഞ്ഞു. ഉമറും പറഞ്ഞു, നീ ആരോടും പറയണ്ട, മിണ്ടാതിരിക്കും, നീ പടച്ചോനോട് തൗബ ചെയ്യും, മനുഷ്യരോട് പറയണ്ട, വൃത്തിയോട് പറയണ്ട. അദ്ദേഹം പറയാൻ ഫലം മസ്ബിർ, എനിക്ക് പൊറുതി കിട്ടുന്നില്ല, എന്തോ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഫാത്തയിത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലിന്റെ അടുക്കലേക്ക് ചെന്നിട്ട് റസൂലിനോട് കാര്യം പറഞ്ഞു. റസൂൽ കേട്ട മാതിരി വല്ലാതെ ദേഷ്യപ്പെട്ടു. റസൂലിന് അത് തീരെ ഇഷ്ടപ്പെട്ടില്ല. റസൂൽ കുറച്ചു നേരം ഇങ്ങനെ തലകുനിച്ചിരുന്നു, എന്തോ ആലോചിച്ച് തലകുനിച്ചിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹി ഇറങ്ങി. സൂറത്ത് ഹൂദിലെ ഒരു ആയത്ത് ആ സമയത്താണ് അവതരിക്കുന്നത്. അഖിമിസ്സലാത്ത തറഫൈൻ നഹാരി വസുലഫൻ മിനൽ ലൈലി ഇന്നൽ ഹസനാതി യുദ്ഹിബന സയ്യിഹാത് വദാലിക ദിക്റാ ലിദ്ദാകിരീൻ. ഈ ആയത്ത് ആ സമയത്ത് അവതരിക്കുക. അഖിമിസ്സലാത്ത തറഫൈൻ നഹാരി, പകലിന്റെ രണ്ടറ്റങ്ങളിൽ നീ നമസ്കാരം നിലനിർത്തുക. വസുലഫൻ മിനൽ ലൈലി, രാത്രി കുറച്ചു സമയവും നീ നമസ്കാരം നിലനിർത്തുക. ഈ 5 നേരത്തെ നമസ്കാരത്തെയാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ 5 നേരം നമസ്കാരം നിലനിർത്തുക. ഇന്നൽ ഹസനാതി യുദ്ഹിബന സയ്യിആത്, നന്മകൾ തിന്മകളെ ഇല്ലാതാക്കുക. നമസ്കാരം എന്ന ഈ നന്മ മനുഷ്യ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന തിന്മകളെ ഇല്ലാതാക്കുക. നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്ന ഒരാൾക്ക് നമസ്കാരങ്ങൾക്കിടയിൽ 2 നമസ്കാരങ്ങൾക്കിടയിൽ സംഭവിക്കുന്ന ചെറിയ പാപങ്ങളെല്ലാം ഈ നമസ്കാരം മുഖേന ഇല്ലാതായി. ഉത്ബോധനം ഉൾക്കൊള്ളുന്ന ആളുകൾക്കുള്ള ഒരു ഉത്ബോധനമാണ് എന്ന ആയത്ത് അവതരിച്ചു. അപ്പൊ റസൂൽ തന്നെ വിളിച്ചു, എൻ്റെ അടുക്കൽ ഈ ആയത്ത് ഓതി കേൾപ്പിച്ചു. അപ്പൊ എൻ്റെ തെറ്റിന് എനിക്ക് പരിഹാരമായി എന്ന് എനിക്ക് തോന്നി. ഇത് കേട്ടപ്പോൾ സഹാബി നബിയോട് ചോദിച്ചു, അലിഹാദ ഖാസ, ഇത് ഇവന് മാത്രമുള്ള നിയമമാണോ? അംലിന്നാസി ആമ്മ, അതെല്ലാവർക്കും ഉള്ള നിയമമാണോ? നമസ്കാരത്തിൽ കൃത്യനിഷ്ഠ പാലിച്ചാൽ ചെറുപാപങ്ങൾ പൊറുപ്പിക്കപ്പെടുമെന്നുള്ളത് ഇയാൾക്ക് മാത്രമാണോ, അത് എല്ലാവർക്കും ഉള്ള നിയമമാണോ എന്ന് ചോദിച്ചു. അതെല്ലാവർക്കും ഉള്ളതാണ്. നമസ്കാരത്തിൽ കൃത്യനിഷ്ഠ പാലിക്കുന്നവർക്കെല്ലാം അവരുടെ ചെറുപാപങ്ങൾ ആ നമസ്കാരങ്ങൾ പൊറുപ്പിക്കപ്പെടുമെന്നാണ്. ഇത് പഠിപ്പിക്കുന്ന വലിയൊരു പാഠം. തെറ്റുകൾ മനുഷ്യ സഹജമാണ്, സംഭവിക്കും. പക്ഷേ തെറ്റ് പരസ്യപ്പെടുത്തരുത്. ഒരു തെറ്റ് നമ്മളിൽ നിന്ന് സംഭവിച്ചു പോയാൽ അത് ആളുകളോട് പറയരുത്. അത് നമ്മൾ പടച്ചോണ്ട് തൗബ ചെയ്താൽ മതി. കുമ്പസാരമൊന്നും ഇസ്ലാമിലില്ല, അള്ളാഹുവോട് പറയേണ്ട കാര്യമുള്ളൂ. ഇബ്സാദ് പറയുന്നുണ്ട്, കുല്ലു ഉമ്മത്തി മുആഫ, എൻ്റെ ഉമ്മത്തുകളിൽ ആര് എന്ത് തെറ്റ് ചെയ്താലും ഒന്ന് പുറത്തു കൊടുക്കും. ഇല്ലൽ മുജാഹിരീൻ, മുജാഹിരീങ്ങൾക്ക് ഒഴികെ. സഹാബാക്കൾ ചോദിച്ചു, ആരാണ് നബി മുജാഹിരീങ്ങൾ? അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, രാത്രി ഒരാളോട് തെറ്റ് ചെയ്തു, വഖദ് സത്തറഹുല്ലാഹു അലൈഹി, ആ തെറ്റ് അള്ളാഹ് ആരെ അറിയിച്ചിട്ടില്ല, അള്ളാഹു മറച്ചു വെച്ചിരിക്കുകയാണ്. ഇവൻ നേരം വളർത്ത് എഴുന്നേറ്റിട്ട് എന്ത് ചെയ്യും? നാട്ടുകാരോട് പറയണം, ഞാൻ ഇന്നലെ രാത്രി അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, അവിടെ പോയി ഇവിടെ പോയി എന്നൊക്കെ പറയാം. ഇത് അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. തെറ്റ് ചെയ്താൽ അത് അവനെ ഒതുക്കണം, അള്ളാഹുവിനോട് പശ്ചാത്തപിക്കണം, മനുഷ്യരെ അറിയിക്കരുത്. ഇങ്ങനെയുള്ള ഒരു സ്വഭാവമാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത്. അള്ളാഹു തആല നമ്മുടെ തെറ്റുകളെല്ലാം മാപ്പാക്കി തരുമാറാകട്ടെ. നമസ്കാരത്തിലെ കൃത്യനിഷ്ഠ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു അസ്തഗ്ഫിറുക വഅത്തുബു ഇലൈഹി.